നീറുന്ന വേദനയുടെ നിഴലിലും ഏകാന്തതയുടെ ആഴങ്ങളിലും തളർന്നു നിൽക്കുന്ന നിന്റെ ഹൃദയത്തെ അഭിസംബോധന ചെയ്താണ് ഇന്ന് നിന്റെ ദൈവം സംസാരിക്കുന്നത്. ജീവിതത്തിന്റെ അർത്ഥശൂന്യതയും സഹനങ്ങളും നിന്നെ തളർത്തുമ്പോൾ ആ കണ്ണുനീർ തുള്ളികൾ വെറുതെ ആകില്ലെന്ന് നീ തിരിച്ചറിയണം. സമാധാനമില്ലാത്ത രാത്രികളും മറുപടിയില്ലാത്ത ചോദ്യങ്ങളും നിന്നെ വേട്ടയാടുമ്പോൾ ലോകം നൽകുന്നതിനേക്കാൾ വലിയൊരു ആശ്വാസം ക്രൂശിതന്റെ ചുവട്ടിലുണ്ടെന്ന് നാം മറക്കരുത്. നമ്മുടെ ആത്മാവിനെ മതിക്കുന്ന വേദനകളെ സുഖപ്പെടുത്താൻ ദൈവസ്നേഹത്തിന്റെ സ്പർശനത്തിന് മാത്രമേ സാധിക്കൂ. ഇതാ കേരളം മുട്ടുകുത്തുന്നു എന്ന ഈ വലിയ ആത്മീയ ഉണർവ് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കേണ്ട സമയമായിരിക്കുന്നു. നിന്റെ മുറിവുകളെ ഒരു പുത്തൻ കൃപയുടെ ഉറവിടമാക്കാൻ സർവശക്തൻ കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണിൽ അലയടിക്കുന്ന ഈ പ്രാർത്ഥനാ വിപ്ലവം വെറും ഒരു ചടങ്ങല്ല, മറിച്ച് നമ്മുടെ ആത്മാക്കളുടെ ദാഹമാണ്. വിശുദ്ധ കുർബാനയും ആരാധനയും കൊന്ത നമസ്കാരങ്ങളും ഇന്ന് യുവാക്കളിലും വയോധികരിലും ഒരുപോലെ നവജീവൻ പകരുകയാണ്. ലക്ഷ്യബോധമില്ലാതെ ഉടലുന്ന നമ്മുടെ ജീവിതയാത്രയിൽ ദൈവഹിതമെന്ന വെളിച്ചം കണ്ടെത്താൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. കഷ്ടപ്പാടുകളെ കൃപയായും പരാജയങ്ങളെ പാഠങ്ങളായും മാറ്റാനുള്ള കരുത്ത് ഈ ആരാധന സംസ്കാരം നമുക്ക് നൽകുന്നു. ഓരോ പ്രാർത്ഥനാ മുഹൂർത്തവും നിന്റെ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയും പുതിയൊരു ജീവൻ നൽകി നിന്നെ ഉയർപ്പിക്കുകയും ചെയ്യട്ടെ. ഈ ആത്മീയ ഉണർവ് നമ്മുടെ വീടുകളിലും വ്യക്തി ജീവിതങ്ങളിലും ഒരു വലിയ അത്ഭുതമായി മാറട്ടെ. ആമേൻ. വർഷം മുഴുവനും സുവിശേഷ ചിന്തകളും പ്രാർത്ഥനകളും നൊവേനകളും വരാനിരിക്കുന്ന പോഡ്കാസ്റ്റ് പരമ്പരകളുടെ അറിയിപ്പുകളും താമസമില്ലാതെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഗോഡ് ബ്ലെസ് യു.